ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിസ് വേൾഡ്. അന്താരാഷ്ട്ര ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ അറിയാമെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമേതാണ്? ഉത്തരം ഇന്ത്യ, ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ. ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 ഭാരത സർക്കാർ ഏത് ദിനമായാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം അല്ലെങ്കിൽ നാഷണൽ സ്പേസ് ഡേ. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയിട്ടുള്ള ഔദ്യോഗികമായ പേരെന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം സെലനോളജി. ചന്ദ്രനിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? ഉത്തരം 1.3 സെക്കൻഡ്. ഈ 5 ചോദ്യങ്ങളും ഒരു കോഡ് രൂപത്തിൽ പഠിക്കാം. ഇന്ത്യ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങി. ആ സന്തോഷത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിച്ചു. അവർ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടു. അവിടെ ശാസ്ത്രജ്ഞർ സെലനോളജി ഉപയോഗിച്ച് ചന്ദ്രനെ പഠിച്ചു. അപ്പോൾ ചന്ദ്രനിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വെറും 1.3 സെക്കൻഡ് മാത്രമേ എടുക്കൂ എന്ന് മനസ്സിലായി. ഇതൊരു കഥ പോലെ പഠിക്കാം, അല്ലെങ്കിൽ ഓർമ്മസൂത്രത്തിലൂടെ ഇന്ത്യ 23, ശിവശക്തി, സെലനോളജി 1.3 അങ്ങനെ പഠിച്ചാലും മതിയാവും. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 5 ചോദ്യങ്ങളും എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി പരീക്ഷണം നടത്തിയ റോബോട്ടിക് റോവർ ഏതാണ്? ഉത്തരം ലുണോഖോഡ് 1, സോവിയറ്റ് യൂണിയൻ. ചന്ദ്രയാൻ 2 ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഉത്തരം തിരങ്ക പോയിന്റ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1969 ജൂലൈ 20. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 11. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14. ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ എത്താം. താങ്ക് യു.